നമസ്കാരം. ന്യൂസ് അറ്റ് ഹൗസിൽ നല്ല ഗ്യാപ്പ് വന്നു. കുറച്ച് ദിവസം കാണാത്തതുകൊണ്ട് നിരവധി മെസ്സേജുകൾ വന്നു, കമൻറ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു, ഞാൻ കാണുന്നുണ്ടായിരുന്നു. തലസ്ഥാനത്ത് നിന്ന് ഒന്ന് കാസർഗോഡ് വരെ പോയതാണ്. യാത്രയുടെ പരിമിതികൾ അറിയാലോ, അവധിയാണ്, ക്രിസ്മസ് അവധിയൊക്കെ ആയതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ വീണ്ടും സജീവമാവുകയാണ് ഈ വീഡിയോയോട് കൂടി. എന്തായാലും ഈ ദിവസങ്ങളിൽ കാണാതിരുന്നതിലുള്ള സങ്കടം അല്ലെങ്കിൽ സ്നേഹം പങ്കിട്ട ആളുകളോടുള്ള തിരിച്ചുള്ള പ്രത്യഭിവാദ്യം ഈ വീഡിയോയോടെ അർപ്പിക്കുകയാണ്. ആ സ്നേഹം ഉള്ളിലുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് തിരിച്ചെത്തിയപ്പോൾ ഞെട്ടിച്ച ഈ ദിവസങ്ങളിൽ വാർത്തകളിലൂടെ കടന്നുപോയപ്പോൾ വല്ലാതെ വീർപ്പുമുട്ടലിലേക്ക് തള്ളിവിട്ട ചില സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, നമ്മളെ ഞെട്ടിച്ച് കളയുന്ന 3 കാര്യങ്ങൾ, അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ 3 സംഭവങ്ങൾ എത്തിയിരിക്കുകയാണ്. 3 ബുൾഡോസറുകളുടെ കഥയാണ്. ഒന്നാമത്തേത് യലഹങ്കയിലെ ബുൾഡോസറാണ്. യലഹങ്ക കർണാടകത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ ദളിതരും മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് സർക്കാർ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ബുൾഡോസറുകൾ പറഞ്ഞുവിടുകയും നേരം പുലരുന്നതിന് മുമ്പ് വീടുകൾ ഇടിച്ചു നിരപ്പാക്കി അവിശ്വസനീയമായതും ഭീതി ഉണർത്തുന്നതുമായ ഭരണകൂട ഇടപെടലിൻ്റെ അടയാളം അതും കർണാടകയിൽ ഉണ്ടാവുകയാണ്. നമ്മൾ യുപിയിലും അല്ലെങ്കിൽ ഗുജറാത്തിലോ ഏതെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടിൻ്റെ തന്നെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ നിരവധി ചർച്ച ചെയ്യുന്നുണ്ട്. നാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ അതിനെതിരെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പോരാട്ടം നയിക്കുന്നതാണ്. ബുൾഡോസർ രാജ് എന്ന പേരുള്ളതാണ്. എന്നാൽ അപ്രതീക്ഷിതമായി നമ്മുടെ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സിദ്ധരാമയ്യയും DK ശിവകുമാറും ഭരിക്കുന്ന KC വേണുഗോപാൽ മേൽനോട്ടം വഹിക്കുന്ന കർണാടകയിൽ സമാനമായ സംഭവം ഉണ്ടായി. ഒരു വലിയ ഗൃഹസമുച്ചയത്തിന് നേരെ ബുൾഡോസറുകൾ പാഞ്ഞെത്തുകയും രേഖകൾ കയ്യിലുള്ള, റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ കയ്യിലുള്ള സമൂഹത്തിന് നേരെ ബുൾഡോസർ പാഞ്ഞ് കയറുകയും ചെയ്ത കാഴ്ച നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ഇതൊരു പക്ഷേ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവിടെ ഭരണം കയ്യിലുള്ള കോൺഗ്രസ് ചെയ്യുന്ന കാഴ്ച നമ്മളെ വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ്. എന്നാൽ ഇത് ഉണ്ടായതിന് ശേഷമുണ്ടായ കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച് അതിശയകരവും ആശങ്കാജനകവും. കേരളത്തിലൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയലഹരിയിലിരിക്കുന്ന UDF, മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ഈ യലഹങ്കയിലെ ഈ ബുൾഡോസർ ആക്രമണത്തെ ന്യായീകരിച്ച് നാടുനീളെ പറഞ്ഞു നടക്കുന്ന കാഴ്ചയാണ്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, കുറച്ച് ദളിതരുണ്ട്. അതുകൊണ്ട് അതങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായ നീക്കമല്ല എന്ന് വ്യാഖ്യാനിക്കുന്നു. ഉടനെ ഇവിടുന്ന് KMCC അടക്കമുള്ള ലീഗിൻ്റെ ആളുകൾ അവിടെ വെള്ളം വിതരണം ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ തന്നെ തകർക്കും, ഞങ്ങൾ തന്നെ വെള്ളം കൊടുക്കും, ഞങ്ങൾ തന്നെ സഹായിക്കും എന്നുള്ള കാഴ്ച അവിടെ കോൺഗ്രസും ലീഗും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. നമ്മൾ 2 കന്യാസ്ത്രീകളെ ഈ മനുഷ്യക്കടത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ പോയിട്ട് ഞങ്ങളിത് അവരെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് നറേറ്റീവ് സൃഷ്ടിച്ചതുപോലെ അതിനുള്ള കാര്യമായ ചികിത്സ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സമാന സാഹചര്യമാണ് കർണാടകയിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ നീക്കിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാഴ്ച ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണം, അതിന് പിന്നാലെ റഹീം MPയുടെ നേതൃത്വത്തിൽ KT ജലീൽ അടക്കമുള്ള ആളുകൾ അവിടെ പോയതും അതിന് പ്രതികരണം നടത്തിയതും ഒക്കെ മാധ്യമ ശ്രദ്ധ നേടിയെടുത്തു. അതോടുകൂടി ആ ജനതയ്ക്ക് മേൽ കർണാടകയ്ക്ക് AICCയുടെ ഇടപെടലും കർണാടകയ്ക്ക് നടപടി എടുക്കേണ്ടതുമായ സാഹചര്യമുണ്ടായി. ആ ബുൾഡോസർ ഇടപെടലിന് കർണാടകയിൽ വലിയ വില ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ ഇന്ത്യ മുന്നണി കൊടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതൊരു പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം രേഖകളുള്ള ജനതയെ ഈ മട്ടിൽ ഒഴിപ്പിക്കും. ഇവിടെ അതിദരിദ്രമുക്തം എന്ന് പറഞ്ഞ് നമ്മൾ കേരളത്തിൽ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇവിടെ റേഷൻ കാർഡോ ആധാർ കാർഡോ ഒന്നുമില്ലാതെ തെരുവിൽ വസിക്കുന്ന നിസ്സഹായരായ ആളുകളെ പുനരധിവസിപ്പിക്കാനാണ് നമ്മൾ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ അവിടെ അതല്ല, അവിടെ ഉള്ള ആളുകളെ, എല്ലാ രേഖകളുമുള്ള ആളുകളെ ഒഴിപ്പിക്കുകയാണ്. മറ്റു പല വലിയ കോർപ്പറേറ്റ് പദ്ധതികൾക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബുൾഡോസർ കയറി ഇറങ്ങുക. അത് മുസ്ലിങ്ങളും ദളിതരും അധിവസിക്കുന്ന സ്ഥലം നോക്കി വെച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി വരെയുള്ള ആളുകൾ വരുന്നു. പിന്നെ VD സതീശനൊന്നും അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും പ്രതികരിക്കില്ല, കുറച്ച് മാന്യമായ കാര്യങ്ങൾക്ക് പ്രതികരിക്കൂ എന്നുള്ളത് കൊണ്ട് ജനതയുടെ പ്രശ്നം ഒന്നും അവർക്ക് ഇങ്ങനെ കണ്ണിൽ പിടിക്കാത്തത് കൊണ്ട് അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കോൺഗ്രസിൻ്റെ വിജയലഹരിയിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ ബുൾഡോസർ രാജ്. രണ്ടാമത്തെ ബുൾഡോസർ കേരളത്തിൽ കയറി ഇറങ്ങുന്നത് തലസ്ഥാനത്താണ്. ഇവിടെ BJP മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ് വരികയും BJP ചരിത്രത്തിൽ വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്ത ദിവസത്തിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ ഈ തലസ്ഥാനത്ത് നടക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും ശ്രദ്ധേയം DGP ആയിരുന്ന R ശ്രീലേഖ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തുന്ന ബുൾഡോസർ രാജാണ്. അവർ ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ പ്രവർത്തനം നടത്തുന്നത് സമാനമായ നിലയിൽ ഇവിടെ ഒരു കൗൺസിലറായപ്പോൾ ഇവിടുത്തെ MLA ഒഴിപ്പിക്കാൻ നീക്കം നടത്തുന്ന കാഴ്ചയാണ്. ആ കാഴ്ച നിങ്ങൾ കണ്ടതാണ്. തലസ്ഥാനത്ത് ശാസ്തമംഗലത്ത് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്
അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ആണ് പ്രശ്നമുണ്ടായത്. അവിടെ നിലവിലെ ബി ജെ പിയുടെ കൗൺസിലർ ആർ ശ്രീലേഖയാണ്. അവർക്ക് മുമ്പുള്ളതും കഴിഞ്ഞ 5 വർഷവും ബി ജെ പിയുടെ കൗൺസിലറായിരുന്നു. ഈ കൗൺസിലറുടെ ഓഫീസും ഇതേ MLAയുടെ ഓഫീസിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ DGP ആയിരുന്ന ശ്രീലേഖ താൻ ചില്ലറ വെറും കൗൺസിലർ, ലേശം മെച്ചപ്പെട്ട കൗൺസിലർ, വലിയ മനുഷ്യനാണ് എന്നുള്ള കാഴ്ചപ്പാട് പൊതുവെ ഈ വംശീയതയുടെ അടയാളമാണല്ലോ. എനിക്ക് ശേഷമാണ് എല്ലാവരും, എൻ്റെ താഴെയാണ് എന്നുള്ള കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കൗൺസിലറായി അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ അവിടുന്ന് MLA തന്നെ ഒഴിഞ്ഞു പോകണം എന്നുള്ള ആവശ്യവുമായി MLAക്ക് ഫോൺ ചെയ്ത് MLAയോട് തന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ വാടക നൽകി അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കരാറുണ്ടാക്കി ഒരു ഓഫീസ് പ്രവർത്തിക്കുമ്പോൾ ഇത്രയും കാലം ബി ജെ പിയുടെ കൗൺസിലർക്ക് ഇല്ലാത്ത പ്രശ്നം പുതിയ ആർ ശ്രീലേഖയ്ക്ക് വരികയാണ്. DGP പട്ടമൊക്കെ റിട്ടയർ ചെയ്തപ്പോൾ പോയി. എന്നാൽ ഇപ്പം അതിൻ്റെ അനുസരിച്ച ആധിപത്യ സ്വഭാവം തനിക്കുണ്ട്, അതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അധികാരത്തിൻ്റെ ആക്രാന്തം കാണിക്കുന്ന കാഴ്ച ശ്രീലേഖ അവിടെ കാണിച്ചു. അങ്ങനെ VK പ്രശാന്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടി നീക്കം നടത്തി. അത് പരാജയപ്പെട്ടു. പൊതു മനസാക്ഷിയുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അത് പരാജയപ്പെട്ടു. ഒടുവിൽ പ്രശാന്തിൻ്റെ അനിയനാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയുമായി അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി തൻ്റെ നീക്കം അടുത്ത ഘട്ടത്തിലേക്ക് കടത്തുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാര്യം നമുക്ക് പക്ഷേ മനസ്സിലായില്ലയോ എന്ന് എനിക്കറിയില്ല. അവിടെ പ്രത്യേകിച്ചും വട്ടിയൂർക്കാവിൽ അടുത്ത BJPയുടെ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ശ്രീലേഖ. BJPയുടെ സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ BJP വലിയ നേട്ടമുണ്ടാക്കുന്നു എന്ന് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒന്നാമതെത്തിയ 2 മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവാണ് വോട്ട് കണക്ക് പ്രകാരം. എന്നാൽ VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ എതിരാളി ഇല്ലാത്ത വിധത്തിൽ തുടർച്ചയായി വിജയം കൈവരിക്കുന്ന വളരെ ജനകീയനായ ഒരു MLA ആണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ശ്രീലേഖയ്ക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഇടം വേണം. അതിലേറ്റവും നല്ലത് നേരിട്ട് പ്രശാന്തുമായിട്ട് പോരാടുക എന്നുള്ളതാണ്. അതിന് സമാന്തര ലോകത്ത് സംഘപരിവാർ നടത്തുന്ന നറേറ്റീവുകളുടെ മുഴുവൻ ആരംഭം കുറിച്ചുകൊണ്ടാണ് ശ്രീലേഖ അവിടെ പ്രവർത്തനം ഈ പ്രശാന്തിനെതിരായ ഒഴിപ്പിക്കൽ പദ്ധതിയിലേക്ക് കടന്നത്. അത് ബുൾഡോസറിന് സമാനമാണ്. കാരണം ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഒഴിപ്പിക്കുക, ഞങ്ങൾ ലേശം വലിയ മനുഷ്യരാണ്, ശുദ്ധരായ മനുഷ്യരാണ്, മറ്റുള്ളവർ ഇവിടെ അടുത്ത് പറ്റില്ല എന്നുള്ള നിലയിൽ VK പ്രശാന്തിനെ അങ്ങ് അവിടെ നിന്ന് ആ MLA ഓഫീസിൽ ഇതുവരെ ഒരു പ്രശ്നമില്ല, BJPക്കാർക്കും പ്രശ്നമില്ലാത്ത കൗൺസിലർ അവിടെ BJPയുടെ കൗൺസിലർ പ്രവർത്തിച്ച സ്ഥലത്ത് നിന്ന് അത് പറ്റില്ല, എനിക്ക് ഒറ്റക്ക് തന്നെ ഈ സാമ്രാജ്യം വേണം എന്നുള്ള കാഴ്ചപ്പാടുമായി ഞാൻ ലേശം മെച്ചപ്പെട്ട കൂടിയ മനുഷ്യനാണ്, അയാൾ എത്ര പോരാത്ത മനുഷ്യനാണ്, താഴ്ന്ന മനുഷ്യനാണ് എന്ന മട്ടിൽ ആ MLA അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കം. നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു കൗൺസിലർക്ക് കോർപ്പറേഷൻ 8000 രൂപ വാടക എല്ലാ പ്രതിമാസവും കൊടുക്കുന്നുണ്ട്. എന്തിനാണ് നമുക്ക് അറിയില്ല. ഈ കൗൺസിലർമാർക്കൊക്കെ എന്തിനാണ് ഓഫീസ് വാടകയ്ക്ക് പൈസ കൊടുക്കുന്നത് നമുക്കറിയില്ല. പോട്ടെ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണല്ലോ വെപ്പ്. അങ്ങനെയുള്ള കൗൺസിലർമാർക്ക് കൊടുക്കുന്ന വാടക വാങ്ങിക്കുന്ന ആളാണ്. MLAക്ക് ഓഫീസ് വാടകയ്ക്ക് പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ഈ ഘട്ടത്തിലാണ് അവിടുന്ന് ഉള്ള സ്ഥലവും പോരാ അതും ഫുൾ ഒഴിപ്പിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ കോർപ്പറേഷൻ അവരാണ് ഭരിക്കുന്നത്, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമായിരിക്കും. എന്തെങ്കിലും കാരണം കണ്ടെത്താനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അത് അവർ കണ്ടെത്തിക്കൊള്ളും. അങ്ങനെ ശ്രീലേഖയുടെ ബുൾഡോസർ, BJPയുടെ ബുൾഡോസർ, നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനതയ്ക്ക് നേരെ നീളുന്ന ബുൾഡോസർ ആദ്യമായി ലോഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഇവിടുന്ന് കണ്ടു. അത് VK പ്രശാന്തിന് നേരെയാണ് എന്നുള്ളതാണ് കാഴ്ച. ബാക്കി അതിൻ്റെ സംഭവങ്ങൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർന്നു വരാനിടയുള്ള നാടകങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് വരും. ഇതാണ് രണ്ടാമത്തേത്. ആദ്യത്തേത് കോൺഗ്രസിൻ്റെ ബുൾഡോസറും രണ്ടാമത് BJPയുടെ ബുൾഡോസറും കണ്ടതിന് ശേഷം ഇനി സംയുക്ത ബുൾഡോസറാണ്. അതെങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വന്നത് എന്നത് തൃശ്ശൂരിനടുത്തുള്ള മറ്റത്തൂർ പഞ്ചായത്തിലെ കാഴ്ചയാണ്. ഈ സംയുക്ത ബുൾഡോസർ BJPയുടേതാണ് ആസൂത്രണമെങ്കിലും കോൺഗ്രസ് കൂടി പങ്കാളിയാകുന്ന ഒരു സംയുക്ത ബുൾഡോസറിൻ്റെ കാഴ്ച. അതായത് 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് K. സുരേന്ദ്രൻ ഒരു 5 കൊല്ലം മുന്നേ പറഞ്ഞപ്പം നമുക്കൊക്കെ തമാശയായിരുന്നു അല്ലേ. അതങ്ങനെ 35 സീറ്റ് കിട്ടിയാൽ ഭരിക്കുന്നത് 140 സീറ്റില്ലേ, 71 സീറ്റ് കിട്ടണ്ടേ, എന്നാലേ ഭൂരിപക്ഷം കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നിങ്ങളും ഞാനും ഒക്കെ ചിരിച്ചതാണ്. എന്നാൽ സുരേന്ദ്രൻ വെറും ഒരു രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള രാഷ്ട്രീയക്കാരനല്ല, കേരളത്തിൻ്റെതും ഉത്തരേന്ത്യയിലെയും ഒക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് വെറുതെ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു രാസപരീക്ഷണം മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പലയിടത്തും നടന്നിട്ടുണ്ട്. എന്നാൽ മറ്റത്തൂരിൽ നടന്നത് വിചിത്രമായ ഒരു പരീക്ഷണമാണ്. അവിടെ വെറും ന്യൂനപക്ഷം ആയി മാത്രം സീറ്റുകൾ 4 സീറ്റ് മാത്രം വാങ്ങിയ BJP അവിടെ പഞ്ചായത്ത് ഭരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, അതായത് അവിടുത്തെ സീറ്റ് നില ഞാൻ ആദ്യം പറയാം. നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ്. LDFന് അവിടെ 10 സീറ്റാണ് കിട്ടിയത്, UDFന് 8 സീറ്റ്, NDAക്ക് 4 സീറ്റ്, സ്വതന്ത്രൻ 2 സീറ്റ്. മനസ്സിലായല്ലോ, UDFന് 8 സീറ്റ്, NDAക്ക് 4, LDFന് 10 സീറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF ആണ് ഭരിക്കുക. എന്നാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം സംഭവിച്ചത് എന്താണ്? കോൺഗ്രസ്സുകാരെല്ലാം BJP ആയി. അങ്ങനെ
LDFന് 10 സീറ്റ്, NDAക്ക് 12 സീറ്റ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലായി. കോൺഗ്രസ്സുകാരൊക്കെ രാജിവെച്ച് BJPയിലേക്ക് ചേർന്നു. അങ്ങനെ ഒരു പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും BJP ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇമാതിരി രാസപരീക്ഷണശാല. അപ്പം 35 സീറ്റ് കിട്ടിയാലും ഭരിക്കും എന്നുള്ള സുരേന്ദ്രൻ്റെ പ്രസ്താവന വെറുതെ ആയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 10-15 സീറ്റൊക്കെ നേടിയാൽ ഭരിക്കും, 15 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കും എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന നിലയിലേക്ക് BJP എത്തിയിരിക്കുന്ന സാഹചര്യം. കോൺഗ്രസ്സുകാരെ മൊത്തമായി മാറ്റാനും കെൽപ്പുണ്ട് ഞങ്ങൾക്ക് എന്ന് മറ്റത്തൂർ തെളിയിച്ചു എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിൽ, കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിലും ഇന്ത്യയിൽ ഇത് വലിയ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. നമ്മൾ അരുണാചൽ പ്രദേശിലും ത്രിപുരയിലും ഒക്കെ കണ്ടതാണ്. ഒരു സർക്കാരിൻ്റെ പ്രതിപക്ഷം ഒന്നടങ്കം, കോൺഗ്രസ് ആയിരിക്കുന്ന പ്രതിപക്ഷം ഒന്നടങ്കം BJP ആവുകയും ഭരണം പിടിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില പോയിന്റുകളുള്ള PK ശ്രീകാന്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം. അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരണത്തിലായിരുന്നു. മന്ത്രിസഭയടക്കം 43 MLAമാർ നേരം ഇരുട്ടി വെളുത്തപ്പോൾ BJP ആയി. ആസാം അടക്കം പല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഈ കൂറുമാറൽ പരിപാടി ചായക്കട തമാശ പോലെയാണ്. BJPക്ക് ഒരൊറ്റ അംഗം പോലും ഇല്ലാതിരുന്ന തൊട്ടപ്പുറം പോണ്ടിച്ചേരിയിൽ കോൺഗ്രസ് MLA BJPയിൽ ചേർന്ന് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കി. ജനങ്ങൾക്ക് BJPയെ വേണ്ടാത്തെടുത്ത് അവർക്ക് BJP ഭരണത്തെ ഒഴിവാക്കാനുള്ള ഒരേയൊരു മാർഗം 5 കൊല്ലം കൂടുമ്പോൾ ചൂണ്ടുവിരലിൽ പുരളുന്ന മഷിയാണ്. കാര്യം അപ്പുറം വോട്ട് കൊടുക്കാൻ കോൺഗ്രസ് മാത്രമാണുള്ളതെങ്കിൽ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും BJP തന്നെ ഭരണത്തിൽ വരുന്നു. ത്രിപുര നിയമസഭയിൽ BJPക്ക് ഒരൊറ്റ അംഗം പോലും ഇല്ലായിരുന്നു. കേരളത്തേക്കാൾ ശുഷ്കമായ സംഘടനാ സംവിധാനങ്ങളോടെ ജനങ്ങളുടെ കോമൺ സെൻസിൽ പോലും ഇല്ലാതിരുന്ന പാർട്ടിയായിരുന്നു BJP ത്രിപുരയിൽ. 1998 ഒരു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചാൽ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2% താഴെയായിരുന്നു അവരുടെ വോട്ട് ഷെയർ. ഭരണം CPMനായിരുന്നെങ്കിലും 38% വോട്ട് ഷെയറുമായി കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷത്തായിരുന്നു അവിടെ. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യ നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന് സഭയിൽ 10 അംഗങ്ങൾ. എന്നാൽ 5 വർഷം കഴിഞ്ഞ് അവസാന സഭാ സമ്മേളനത്തിൽ 2 അംഗങ്ങൾ മാത്രം. ബാക്കി 8 പേരും BJPയിൽ ചേർന്നു. പിന്നീട് BJP ഭരണത്തിൽ കയറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ട് ഷെയർ 1.5%-അടുത്ത് 40% നിന്ന് 1.5%. അന്ന് മുതൽ ഇന്ന് വരെ ത്രിപുര BJP ഭരിക്കുന്നു. അന്ന് ത്രിപുരയിൽ ഇടതു ഭരണം നഷ്ടപ്പെട്ടപ്പോൾ അല്ല, കോൺഗ്രസ്സുകാർ മൂടോടെ ഒലിച്ച് സംഘികളായി മാറി ഭരണം BJPക്ക് താലത്തിലേൽപ്പിച്ചപ്പോൾ ഇങ്ങ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ അനിൽ അക്കരെ എന്നൊരു കോൺഗ്രസ് നേതാവ് CPMനെ പരിഹസിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യം പോക്കാ സഖാക്കളെ കാട്ടിൽ കയറി ഒളിച്ചോളൂ എന്ന് പോസ്റ്റ് ഇട്ടത് ഓർമ്മയുണ്ടാകും. അതേ വരികൾ ഇപ്പോഴും അക്കരെയും ഇക്കരെയുമുള്ള കോൺഗ്രസ് ലീഗുകാർ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ വാർത്തകളൊക്കെ മലയാളികൾ അങ്ങ് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു ആചാരം എന്ന നിലയിൽ തമാശയായി മാത്രം കണ്ട് തള്ളുകയാണ് ചെയ്തത്. തൊട്ടപ്പുറം കർണാടകയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കൂറുമാറാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കളെ റിസോർട്ടിൽ പാർപ്പിക്കുന്ന ഊച്ചാളിത്തരം DKയുടെ ചാണക്യതന്ത്രമായി സോഷ്യൽ മീഡിയയിൽ മെഴുകപ്പെട്ടു. എന്നാൽ ഒട്ടും വൈകാതെ കേരളത്തിലും ഈ കോൺഗ്രസ് ആചാരം കാണാനുള്ള ഭാഗ്യം മലയാളികൾക്കും ലഭിക്കും എന്നാണ് PK ശ്രീകാന്ത് പറഞ്ഞത്. അതായത് നേരം വെളുത്തപ്പോൾ UDFനുണ്ടായിരുന്ന 8 പഞ്ചായത്ത് അംഗങ്ങളും BJP ആകുന്ന കാഴ്ച. അങ്ങനെ 8+4 12 ആവുകയും 10 അംഗങ്ങളുള്ള LDFനെ മറികടക്കുകയും ഭരണം പിടിക്കുകയും ചെയ്ത അസാധാരണമായ കാഴ്ചയാണ് മറ്റത്തൂരിൽ വരുന്നത്. ഇതും ഒരു ഭരണ സംഘടന എങ്ങനെയാണ് ഭരണ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിൽ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഈ 3 ബുൾഡോസർ ഇടപെടലുകളും കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള സൂചികകളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിന് ഉണ്ടായ അല്ലെങ്കിൽ ജനങ്ങൾ നൽകിയ മേൽക്കൈയെ അവർ കളഞ്ഞു കുളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതീക്ഷകളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ്. ഇതേ സ്ഥലത്ത് BJPക്കൊപ്പമാണ് തൊട്ടപ്പുറത്ത് അടക്കം നിരവധി പഞ്ചായത്തുകളിൽ SDPIക്കൊപ്പം ഭരണം നേടിയെടുക്കുന്ന കാഴ്ചയും നമുക്ക് കാണും. എങ്ങനെ ഇതെല്ലാം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള അത്ഭുതം കേരളം മലയാളികൾ കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടി. അത്തരം കാഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ജനത നൽകിയ സമ്മതിദാനത്തെ ഇത്ര വില കുറച്ചാണ് കാണുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരുക. കോൺഗ്രസ് ഇനിയെങ്കിലും ചിന്തിക്കണം. ഇമാതിരി ബുൾഡോസർ രാജിൽ തങ്ങളുടെ പങ്കാളിത്തം അടയാളപ്പെടുത്തപ്പെടണോ അതോ ജനങ്ങൾക്കൊപ്പം നിൽക്കണോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി തുടർ വീഡിയോകൾക്കായി യൂട്യൂബിൽ തന്നെ തുടരുക, ചാനലിൽ തന്നെ തുടരുക. നന്ദി, നമസ്കാരം.